നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1633 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്കൊരു ചർച്ചയാണുള്ളത്. ചർച്ചയ്ക്ക് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥികൾ ഹോമിയോപ്പതി സ്നേഹികൾ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ തന്നെയാണ്. പ്രോസ്റ്റേറ്റ് രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തില് ഒരു ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഈ ചർച്ചയുടെ ആമുഖമായി സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി മറിയമ്മ ഡോക്ടറെ. ഇന്ന് നമുക്ക് പെട്ടെന്ന് അതിഥികളെ കണ്ടുപിടിക്കാനായില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വളരെ ബിസി ആയിട്ടുള്ള ഒരു സീസണാണ്. ഇപ്പോൾ ഉത്സവ സീസണൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വ്യത്യസ്തമായ ഒരു സെഷൻ ആക്കാമെന്ന് കരുതി. നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങളും അതിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകളും. അപ്പം ഇവിടെയുള്ള ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം പ്രോസ്റ്റേറ്റ് എവിടെ ഇരിക്കുന്നു, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഹോമിയോപ്പതി സ്നേഹികളോടായിട്ട് പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് നമ്മളുടെ പുരുഷന്മാരിൽ മാത്രമുള്ള ഒരു ഗ്ലാൻഡാണ്, അല്ലെങ്കിൽ ഗ്രന്ഥിയാണ്. ഇതിൻ്റെ പർപ്പസ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ സെക്സ്വൽ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കാരണം ഒരു ഗ്ലാൻഡ് തന്നെയാണ്. കാരണം ഇതിൻ്റെ നമ്മൾക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് മൂത്രം പോകുന്നതിന് ഒരു പ്രത്യേക ദ്വാരമുണ്ട്, മൂത്രദ്വാരമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈംഗികതയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ടും മറ്റൊരു ദ്വാരമുണ്ട്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് രണ്ടിനും കൂടെ കോമൺ ആയിട്ട് ഒരു അവയവമാണുള്ളത്. അപ്പോൾ ഈ ഒരു അവയവത്തിലൂടെയാണ് നമ്മളുടെ മൂത്രവും പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സെമനും പോകുന്നത്. അപ്പോൾ ഈ മൂത്രത്തിൻ്റെ അസിഡിറ്റി കൊണ്ട് ബീജങ്ങൾ നശിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു സംവിധാനമാണ് നമ്മുടെ ശരീരത്തിൽ തമ്പുരാൻ ഇണക്കിയിരിക്കുന്നത്. അപ്പം അത് ഈ ഗ്ലാൻഡ് ഇരിക്കുന്നത് മലദ്വാരത്തിന് മുകൾ ഭാഗത്തായിട്ടും എന്നാൽ നമ്മുടെ ബ്ലാഡറിൻ്റെ താഴ്ഭാഗത്തുമായിട്ടാണ്. അപ്പം ഈ ഭാഗത്തിരുന്ന് ഇതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് സെമൻ വരുന്നു. ഈ വരുന്ന സെമൻ ഈ മൂത്രദ്വാരത്തിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് അതിലുള്ള അതിലുള്ള ആ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ആ പോകുന്ന വഴി ക്ലീനാകുകയും ഈ ബീജം നല്ല രീതിയിൽ പുറത്തോട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ ടെസ്റ്റിക്കിളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെമൻ ബീജങ്ങൾ പോലെ തന്നെ ആ ബീജത്തിന് വേണ്ട വളർച്ചയ്ക്കുള്ള പോഷക കാര്യങ്ങൾ നൽകുന്നതിനും ഈ പ്രോസ്റ്റാറ്റിക് ഗ്രന്ഥിയുടെ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡിന് കഴിയും. അത് വളരെ നല്ല ഒരു ഇതായിട്ട് അതിന് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ പ്രസക്തി എന്ന് പറയുന്നത് നമ്മളുടെ യൗവനകാലം മുതൽ നമ്മുടെ ലൈംഗികത നിലനിർത്തുന്ന ഒരു പ്രായം വരെയാണ്. അപ്പോൾ അതായത് നമ്മൾ വാർദ്ധക്യത്തിലോട്ട് കടക്കും തോറും ഇതിന് മാറ്റം വരികയും ഈ വരുന്ന മാറ്റം അനുസരിച്ച് ഇത് ഷ്രിങ്ക് ചെയ്യുന്ന ഇതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ നിലയ്ക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നയിക്കുമ്പോൾ സാധാരണ അവയവങ്ങൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വലുതാകുന്നൊരവസ്ഥ വരികയും ഇതിനകത്ത് ഇതിൻ്റെ ഭാരം കൂടുകയും ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് നിത്യജീവിതത്തിൽ മൂത്ര തടസ്സം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിരന്തരം മൂത്രം പോകുന്നതിനുള്ളൊരു പ്രവണത ഉണ്ടാക്കാം. അതുപോലെ തന്നെ അറിയാതെ മൂത്രം പോകുന്നതിന് കാരണമാകാം. തിരിച്ച് ഇതേ സംഭവം തന്നെ പുറകോട്ടാണ് താഴത്തോട്ടാണ് വളർച്ചയെങ്കിൽ മലം പോകുന്നതിന് തടസ്സം ഉണ്ടാകാം. മലം പോകുമ്പോഴുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം. അപ്പം അങ്ങനെ പല കാരണങ്ങളും പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകാം. അപ്പം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതിന് രോഗി നമ്മളുടെ അടുത്ത് വരുന്നത്, ഡോക്ടറെ എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്ന്, അടിവയറിന് വേദന വന്ന്, അല്ലെങ്കിൽ എനിക്ക് ബോളിന് ഭയങ്കര നീര് വരുന്നു, വേദന വരുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ആയിരിക്കും പറയുന്നത്. അപ്പം നമ്മൾ തീർച്ചയായും നമ്മളൊരു
പരിശോധന നടത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പല രോഗികളും നമ്മളോട് വന്ന് പറയുന്നു, ഡോക്ടറെ ഞാനിങ്ങനെ ടോയ്ലറ്റിൽ ഇരുന്ന് മുക്കുമ്പോഴേ എനിക്ക് ബീജം പോകുന്നു എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് ബീജമല്ല, അത് ഈ പറഞ്ഞ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡാണ് പോകുന്നത്. അത് അതിൻ്റെ പ്രഷർ കൊണ്ട് നമ്മുടെ സമ്മർദ്ദം കൊണ്ടാണ് അതിൻ്റെ അകത്തുനിന്ന് അത് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ മിക്കവാറും പേര് പറയുന്ന ഒന്ന് പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡിനുണ്ടാകുന്ന വീക്കമാണ്. അത് ഒരു അണുബാധ കൊണ്ടുണ്ടാകുന്ന കേസുകളാവാം. അത് പ്രോസ്റ്റാറ്റൈറ്റിസ് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ അത് ക്രോണിക് ആവാം. അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെ സാധാരണ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ PSA ചെയ്യുമ്പോൾ PSA വളരെ കൂടുതൽ കാണിക്കും. അപ്പോൾ PSA കൂടിയ ഉടനെ അതിനർത്ഥം ക്യാൻസർ ആണെന്നല്ല. ക്യാൻസർ ആവാം, ബിനൈൻ ക്യാൻസർ ആവാം. പക്ഷെ അതിലും പ്രധാനമായിട്ട് ഈ അതിന് അണുബാധ വരുമ്പോഴും പ്രോസ്റ്റാറ്റൈറ്റിസ് വരുമ്പോഴും വളരെ കൂടുതലായിട്ട് ഇത് കൂടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ രോഗികളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അപ്പോൾ തീർച്ചയായും നമ്മൾ ഓരോ കേസിലും നമ്മൾ ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിൽ ഓരോ കേസും നമ്മൾ വ്യത്യസ്തമായിട്ട് പഠിക്കുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യണം. അതായത് ചില ആൾക്കാർ നിരന്തരമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് പിന്നീട് അത് പറ്റാതെ വരുമ്പോഴായിരിക്കും അവർ നമ്മളെ കാണാൻ വരുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഇത് വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. സെക്സ് തീരെ ഇല്ലാത്ത ആൾക്കാർ. ഇങ്ങനെ വരുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി അബദ്ധധാരണകളുണ്ട്, പേടിയുണ്ട്. ഇവിടെ എന്തോ എനിക്കൊരു കുഴപ്പമുണ്ട് എന്ന് ബിലീവ് ചെയ്യുന്ന പലപ്പോഴും ചിലപ്പോൾ ബ്ലാഡർ ആ ഭാഗത്ത് തന്നെ നമുക്ക് ബ്ലാഡറുണ്ട്. ബ്ലാഡറിനകത്ത് വലിയ സ്റ്റോൺ എന്തെങ്കിലും ഇരുന്ന് ബ്ലോക്ക് ഉണ്ടാക്കിയാലും ആൾക്കാർ ചിലപ്പോൾ അത് പ്രോസ്റ്റാറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് പ്രോസ്റ്റാറ്റിക് ക്യാൻസർ വന്ന് മരിച്ചുപോയി, അതുകൊണ്ട് എനിക്കും അങ്ങനെയാണോ ഡോക്ടറെ, എനിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ കേസും പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് ഓരോ കേസിലും മെഡിസിൻ കൊടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ടോട്ടാലിറ്റി എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അതിനോടൊപ്പം നമുക്ക് ബയോകെമിക് മെഡിസിൻ ഏതൊക്കെ ഉപയോഗിക്കാം, അത് സാധാരണഗതിയിൽ നമ്മളിപ്പം വരുന്ന കേസുകളിൽ വരുന്നത് ലൈക്കോപോഡിയം, നക്സോമിക്ക, പിന്നെ ഗ്രാഫൈറ്റിസ്, പിന്നെ അതുപോലുള്ള തൂജ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോളിക്രിസ്റ്റൽ റെമഡീസ് എല്ലാം വരുന്നുണ്ട്. അതിനോടൊപ്പം കാലി കാർബ് നല്ലൊരു മെഡിസിനാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ബയോകെമിക് ആണെങ്കിൽ കാൽക്കേരിയ ഫ്ലോർ വളരെ റിസൾട്ട് നൽകുന്ന ഒരു മെഡിസിനാണ്. അപ്പം നമ്മൾ ഏത് കോൺസെൻട്രേഷൻ മെഡിസിൻ കൊടുക്കുമ്പോഴും അതിനോടൊപ്പം നമുക്ക് ബയോകെമിക് മെഡിസിനും കൊടുക്കാവുന്നതാണ്. പിന്നെ ടിഞ്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധാരണ ഉപയോഗിക്കുന്ന ടിഞ്ചേഴ്സ് ഒക്കെ അറിയാം. അതിൻ്റെയൊക്കെ സിംറ്റംസ് അനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് ഇതിനോടൊപ്പം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇത് ഓരോ ഡോക്ടറുടെയും യുക്തിക്ക് അനുസരിച്ചാണ്. ഇപ്പോൾ ക്യാൻസർ കേസിൽ നേരത്തെ ഉള്ള കാണിച്ച പോലെ ആഴ്സനിക് ആൽബ് മാത്രമാണ് അവർ കൊടുത്തത്. പക്ഷേ എന്ന് വെച്ച് മറ്റുള്ള സപ്ലിമെന്റ്സ് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഹോമിയോപ്പതിയിലും നമുക്ക് സബൾസർ കൊടുക്കാം, ചീമാഫില കൊടുക്കാം. അങ്ങനെ പല മെഡിസിൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. മെട്രിനോമിക്ക നന്നായിട്ട് പറയാൻ ആവശ്യമുള്ളവർ ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട് മറ്റു പല ഡോക്ടർമാർ വേദിയിലുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. നന്ദി ദിനേശ് ഡോക്ടറെ. വളരെ വിശദമായിട്ട് ഡോക്ടർ ഇതിന്റെ ആമുഖം നമ്മളോട് പറഞ്ഞു തന്നു. ഇനി ഇതില് വളരെ നല്ല ചികിത്സ ചെയ്യുന്ന അനേക ഡോക്ടർമാരുണ്ട്. ഓരോരുത്തർക്കും ഒരു 2 കേസുകളും പറയുവാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് പ്രയോജനമായി തീരും. അതുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറാകണം. ആരും മാറി നിൽക്കല്. ആരെങ്കിലും സ്വമേധയാ വരുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ശ്രീധരക്കുറുപ്പ് സാറ്. ഇത് സാറ് കേട്ടില്ല. ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാം സാർ. ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേക്കാവോ? കേൾക്കാം. അന്നേരം വീഡിയോ ഓഫ് ചെയ്തു. ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ബെറൈറ്റ കാർബാണ്. അത് ഞാൻ കൂടുതലും 0/3 കൊടുക്കുന്നത്, ഒന്നാമത്തെ മെഡിസിന്. രണ്ടാമത്തേത് ഒരു പ്രോസ്റ്റേറ്റ് കണ്ടമാനം വലുതായി പന്തിന്റെ പുറത്ത് ഇരിക്കുന്ന മാതിരി തോന്നിയാൽ ചിമാഫില അംബ്രേറ്റ 3x ആണ് കൊടുക്കുന്നത്. അത് 3x ആണ്, ലോവർ പൊട്ടൻസിയാണ്. പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്ക് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, മൂത്രം വന്നിട്ട് നിൽക്കുകയും വീണ്ടും പോവുകയും ചെയ്യുന്നു, കൊണയം മാക്കുലേറ്റ ഇതൊന്നാണ്.
ഹൃദയ സംബന്ധമായ അസുഖങ്ങളോടുകൂടി വരുന്ന പ്രോസ്റ്റേറ്റ് വളർച്ച. തുടർച്ചയായി മൂത്രമൊഴിക്കുവാൻ ശ്രമിച്ചാലും മൂത്രം തുള്ളി തുള്ളിയായി വരുന്നു. മൂത്രം പോകുമ്പോൾ മുറിക്കുന്നത് പോലുള്ള വേദനയും തടിപ്പും മൂത്രസഞ്ചിയിൽ അനുഭവപ്പെടുന്നു. ഡിജിറ്റാലിസ് ആണ് മെഡിസിൻ. പിന്നെ ഇതിലൂടെ ഒന്ന് സ്ലോ ആക്കാതെ. ആക്കാം അത്. പിന്നെ ഈ പേഷ്യന്റ് ഹോട്ടാണ്. ഈ TB-യുടെ നേരത്തെ വന്നിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അയോഡൻ കൊടുത്താൽ മതി. അത് ലോവർ പൊട്ടൻസി ആണ്, 3x ആണ് കൊടുക്കുന്നത്. മൂത്രത്തിൽ കൂടെ രക്തം പോകുന്നുണ്ടെങ്കിൽ ഓസ്മിയോകാനാണ് കൊടുക്കുന്നത്. ഞാനത് സാധാരണ കൊടുക്കുന്നത് 0/3 ആണ്. ചിലർ 3x കൊടുക്കാറുണ്ട്. പ്രോസ്റ്റേറ്റ് വളർച്ച കാരണം മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബെറൈറ്റ ബ്രാബ ആണ് കൊടുക്കുന്നത്. ബെറൈറ്റ അല്ല, പ്ലേരാബ്രാബ. തെറ്റിപ്പാറ. ഈയിടെ ഞാനൊരു കേസ് അതിനിടയ്ക്ക് പറയാം. എൻ്റെ ഇളയ അനിയന് ഒരു 2 ആഴ്ച മുമ്പ് പുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഞാൻ വിളിച്ച പറഞ്ഞു, എനിക്ക് മാത്രം ഇതേവരെ വലിയ കുഴപ്പമൊന്നും അസുഖമൊന്നും വന്നില്ല. പുള്ളി ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്ക് മൂത്രം പോകാൻ പ്രയാസം. എന്നാലും ഞാൻ ബോംബെയിലാണല്ലോ. ഞാൻ പറഞ്ഞു ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് അൾട്രാസോണോഗ്രാഫി ഒക്കെ എടുത്തപ്പോൾ പുള്ളിക്ക് ഇപ്പൊ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. ഇപ്പൊ പുള്ളിക്ക് കൊടുത്ത മെഡിസിന് ഞാൻ ഇപ്പൊ പറഞ്ഞ മെഡിസിനാണ്. അത് അതിന്റെ കൂടെ സബാർസെർലേറ്റ മദർ. പുള്ളിക്ക് പോണമെന്ന് തോന്നും. പോയാല് അവിടെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രേരാബ്രവായാണ് പുള്ളിക്ക് കൊടുത്ത പൊട്ടൻസി. മറ്റേ സബാർസെർലേറ്റ ഞാൻ ഇങ്ങനെയുള്ളവർക്കെല്ലാം മദർ ടിഞ്ചർ കൊടുക്കും. ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടാൻ. തീർത്ത് മാറുമോയെന്ന് ചോദിച്ചാൽ മാറുമോയെന്ന് പറയാൻ പറ്റിയില്ല. അതിന്റെ ലക്ഷണം പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്ക് അഗന്ധവും നിജവുമായ പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്ക് നൽകാവുന്ന ഒരു പ്രത്യേക ഔഷധമാണ്. മൂത്രം പോകുവാൻ ബുദ്ധിമുട്ടും മൂത്രം പോകുമ്പോൾ പുകച്ചിൽ അനുഭവപ്പെടുന്നു. പോണമെന്ന് തോന്നും, പക്ഷെ പോയി വരുന്നാല് പോകത്തില്ല. അതാണ് അതിന്റെ ലക്ഷണം. വളരെ പഴകിയ ക്രോണിക് ആണെങ്കിൽ സോഡിലാഗോ എന്ന് പറയുന്നത്, സോഡിലാഗോ എന്ന മരുന്നാണ് കൂടുതൽ അതൊന്നും കൊടുക്കാവുന്ന വേറൊരു ഔഷധം. പിന്നെ വാർദ്ധക്യം ചെന്നവരിൽ കണ്ടുവരുന്നത്, കാരണം 75% 70 വയസ്സ് കഴിഞ്ഞവരിൽ 90% ഒരു 75% to 90% വരെയുള്ള ആൾക്കാരിൽ ഈ പ്രോബ്ലം കാണാം. പിന്നെ ഈ പ്രോസ്റ്റേറ്റിനുള്ള വേറൊരു വലിയ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ അവർക്ക് ബ്ലഡ് സപ്ലൈ കുറവാണ്. സാധാരണ മെഡിസിൻ ഒന്നും ഈ ആന്റിബയോട്ടിക്സ് ഒന്നും പെട്ടെന്നൊന്നും അത്ര ഏക്കത്തില്ല. മെഡിസിൻ നമ്മുടെ അങ്ങനെയുള്ള ഒരു ഇതല്ലല്ലോ, അതൊരു ഫിസിയോളജിക്കൽ ആക്ഷൻ അല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മരുന്ന് വളരെയധികം ഇതാണ്. പിന്നെ ഞാൻ അടുത്ത കാലത്ത് ചെയ്ത 1-2 കേസുകൾ പറയാം. അത് ഈ ചിലരൊക്കെ വേറെ പല അസുഖങ്ങൾ കൊണ്ടും മരിച്ചുപോയി. പക്ഷേ വളരെയധികം ഈ മൂത്രത്തെ പിടിച്ചു നിർത്താനായിട്ട് പറ്റിയത് ഈ തുള്ളി, അതായത് പ്രായമായി കഴിയുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഉള്ളവർക്കുള്ള വേറൊരു കുഴപ്പമാണ് മൂത്രം അവിടെ ഇരിക്കുന്നെന്ന് തോന്നുക. തുള്ളിയായിട്ട് ഇങ്ങനെ പിന്നെ അവിടെ ഇരിക്കുന്നെന്ന് തോന്നും. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും തിരിച്ചു വരുമ്പം ഓരോരോ തുള്ളി പോലെ പോകും. അങ്ങനെ വരികയാണെങ്കിൽ തൂജാണ് മെഡിസിൻ. അത് മാത്രമല്ലല്ലോ, ഒരു കിങ് ഓഫ് ദി സൈക്കോട്ടിക് റെമഡി അല്ലേ, ഞാനൊരു ഇന്റർ കറന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് തൂജ. സ്പീഡ് കൂടുതലുണ്ടോ ഡോക്ടറെ? കുഴപ്പമില്ല. തൂജ ഏത് പൊട്ടൻസി ആണ്? ഞാൻ 0/3 തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വാർദ്ധക്യം ചെന്നവരിൽ കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് വളർച്ച, ഇടയ്ക്കിടെ മൂത്രം വിസർജിക്കാനുള്ള പ്രേരണ, മൂത്രം പോകുന്നതിന് അനേകം മണിക്കൂർ കാത്തിരിക്കേണ്ടി വരുന്നു, മൂത്രം പോയി കഴിഞ്ഞാലും ഏതാനും തുള്ളികൾ, അതായത് പൂജയുടെ കൂട്ട് തന്നെ മൂത്രം ഒഴിക്കാതിരിക്കുമ്പോൾ മൂത്രനാടിയിൽ പുകച്ചിൽ, എന്നെല്ലാം സ്റ്റാഫിസാക്രിയാണ്. നല്ലൊരു മെഡിസിനാണ് സ്റ്റാഫിസാക്രിയ. നമ്മൾ പോണമെന്ന് തോന്നും. പിന്നെ വേറെ ചിലർക്കുണ്ട് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉള്ളവർക്കുണ്ട്, പിടിച്ചാൽ നിൽക്കുകയില്ല. ബാത്റൂമിൽ വരെ പോകാമെന്ന് വിചാരിച്ചാൽ മൂത്രം വഴിക്ക് തന്നെ പോകും, അങ്ങ് വരെ ചെല്ലാൻ പറ്റിയല്ല. അങ്ങനെയുള്ളവർ കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റ് ഉള്ളവർ നിന്നോണ്ടേ മൂത്രം ഒഴിക്കാവുള്ളൂ, അല്ലാതെ ഇരുന്നോണ്ട് അല്ലെങ്കിൽ റെസിഡ്യൂവൽ റൂട്ടിന് അവിടെ നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു കാരണം, ഈ മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയാൽ
അത് പിടിച്ചു വെച്ചോണ്ടിരിക്കരുത്, അന്നേരം തന്നെ പൊക്കോളുക. ഇനി അഥവാ പോകുമ്പം ഇതുപോലെ ലീക്കേജ് ഉണ്ടാകുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു ചെറിയ ബക്കറ്റ് വെച്ചേക്കുക, ബക്കറ്റിൽ മൂത്രം പിടിച്ചു വെക്കുക. പിന്നെ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അതൊക്കെ മാറും പതിയെ. പിന്നെ വേറൊരു മരുന്ന്, പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്ക് നൽകാവുന്ന ഒരു പ്രധാന ഔഷധം, വാർദ്ധക്യകാലത്ത് വരുന്ന പ്രോസ്റ്റേറ്റിന്റെ വളർച്ച, രാത്രി ഇടയ്ക്കിടെ മൂത്രം വിസർജിക്കണമെന്നുള്ള തോന്നൽ, മൂത്രസഞ്ചി ഒരുമാതിരി ഒരു വിങ്ങൽ വരും, മൂത്രസഞ്ചി ഇതുള്ളവർക്ക് എന്താ, ഇതിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത് സഫർ ചെയ്യുന്നവർക്കുള്ള ആർക്കറിയാം, എന്തോ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകണമെന്നുള്ളൊരു തോന്നൽ, ഒരു വിങ്ങൽ പോലെ ആ മൂത്രസഞ്ചിയുടെ അവിടെ ലോവർ പാർട്ടിൽ ഒരു വിങ്ങൽ വരും. പിന്നെ മലയാശത്തിന്റെ അവിടെ, അതായത് പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകും. ഈ മൂത്രത്തിലും നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റസ് പോകുന്ന ഇതൊക്കെ കാണും. കഴുത്തിലും ലിംഗത്തിനും വേദനകൾ നല്ലവണ്ണം കാണും. പെറംപിക്രിക്കമാണ് മരുന്ന്, പെറംപിക്രിക്കം. ഇതൊക്കെയാണ് കൂടുതൽ ഞാൻ കൊടുക്കാറുള്ള മെഡിസിൻസ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ടിഷ്യൂ റെമഡിയാണ്, കാർക്കേറിയ ഫ്ലോറൂടെ കൊടുക്കും, മദർ ടിഞ്ചർ കൊടുക്കുന്ന സബാർസെക്കുലേറ്റർ മിക്ക കേസുകളിലും കൊടുക്കും. ഇമ്മീഡിയറ്റ് ഒരു റിലീഫ് കിട്ടും. ഇനി ഇവിടെ ഇപ്പം കുറെ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരൊക്കെ ഇവിടെ നോക്കിയിരിപ്പുണ്ട്, അവരൊക്കെ പറയട്ടെ. ഇത് സമയമുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയും. നന്ദി സാറേ, പോകരുത്. ഇനി അടുത്ത ആരെങ്കിലും പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ അഫ്സൽ ഡോക്ടർ ഒന്ന് സംസാരിക്കാമോ? അഫ്സൽ ഡോക്ടർ. ഡോക്ടറെ, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈ PhD. ഹലോ, കേൾക്കാമല്ലോ? അഫ്സൽ ഡോക്ടറെ, ഡോക്ടറെ, അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണേ. ഇല്ല, ഞാന് ഒരു ബിഗിനറാണ്, എനിക്ക് അറിയില്ല. ഇതുവരെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ PhD. ഇനി ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ 2-3 കൂടെ പറയാം. നമുക്ക് ഹരിഹരൻ സാർ വന്നിട്ടുണ്ട്. സാർ എന്നാ പിന്നെ ഡോക്ടർ ഹരിഹരൻ സാർ തന്നെ പറയാം. ചെയ്തിട്ടില്ല. നല്ല അറിവുള്ള ഒരാളാണ്, പുള്ളി പറയട്ടെ. പുള്ളി സ്ഥിരം ചികിത്സിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഹരിഹരൻ സാർ അഡ്മിറ്റ് ചെയ്യാവോ? ഹരിഹരൻ സാർ പ്രതികരിക്കുന്നില്ലല്ലോ. ഹരിഹരൻ സാറ് എന്നാ പ്രൊഫസർ തന്നെ ബാക്കി കൂടെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോഴത്തേക്ക് സാറ് വരുമായിരിക്കും. ഞാൻ തന്നെ തീർക്കേണ്ടി വരുമോ? ഏതായാലും വേറൊരു മെഡിസിന്, ആസിഡ് പോസ്. അത് ഈ ഡയബറ്റീസൂടെ കൂടിയുള്ള കേസുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മെഡിസിനാണ് പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡ് പാസിങ്. വയറ്റിൽ നിന്ന് പോകാൻ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് കക്കൂസി പോയിരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് ഡ്രോപ്സ് അങ്ങ് പോകും, ഈ പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് അങ്ങ് പോകും. അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആസിഡ് പോസ് മദർ ടിഞ്ചർ തന്നെ എടുത്തിട്ട് ഒരു 10 ഡ്രോപ്സ് എടുത്ത് 1/2 കപ്പ് ഇതിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയും. പിന്നെ വേറൊന്ന് കൊടുക്കാവുന്ന ഒരു മദർ ടിഞ്ചർ എന്ന് പറയുന്നത് ആൽഫാൽഫ, അതും 10 ഡ്രോപ്സാണ്. അതിന് ഭയങ്കര പോളിയൂറി ആയിരിക്കും, തരം മൂത്രം പോകണമെന്ന് കൂടുതൽ, ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ പോകണമെന്ന് തോന്നും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം. പിന്നെ ഇത് ഈ പിടിച്ചാൽ നിൽക്കുകയില്ലാത്ത പ്രോസ്റ്റേറ്റ് കൂടെ മൂത്രം പിടിച്ചാൽ നിൽക്കുകയില്ലാത്തതിന് ആലോസ് നല്ല, നമ്മുടെ മോഷനും അത് തന്നെ ഉണ്ടല്ലോ, ഈ മോഷൻ പിടിച്ചാൽ നിൽക്കുകയില്ലാത്ത, അതുപോലെ തന്നെ ഇതിലും കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ആലോസ്. ഇത് നമ്മൾ ഈ സ്റ്റൂള് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം പോകുന്നതാണ് അനാക്കാർഡിയം ഓറിയന്റാല്. അതൊരു മെഡിസിനാണ്. അത് അതിന്റെ ഇൻഡിക്കേഷൻ എന്താ സാറേ? സ്റ്റൂള് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റൂള് പോയി കഴിഞ്ഞാൽ അത് പോകും. മറ്റേത് അതിന് മുമ്പ് ആസിഡ് പോസിന് അതിന് മുമ്പാവാം.
അത് കഴിഞ്ഞാൽ കൂടുതലും പോകും. പിന്നെ ക്രോണിക് എൻലാർജ്മെന്റ്, ആർഡിനൻ നൈട്രിക്കം നല്ലൊരു മെഡിസിനാണ്. പിന്നെ ഞാൻ ബെറേറ്റ കാർവ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ പ്രോസ്റ്റേറ്റ് ശരിക്ക് ചികിത്സിക്കാതിരിക്കുന്ന ചിലർക്ക് അത് ക്യാൻസർ ആയിട്ട് മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കാവുന്ന സ്പെഷ്യൽ മെഡിസിനാണ് കാഡ്മിയം ഫോസ്. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല, ഇപ്പൊ സ്പീഡില്ല. ആദ്യത്തെ തുടക്കത്തിൽ എപ്പോഴും എനിക്കൊരു ഇച്ചിരി സ്പീഡ് കൂടുതലാ. അതാണ്. ആരംഭത്തിൽ അങ്ങനെയാണ്. പിന്നെ ചീമാഫില മദർ ടിഞ്ചർ കൊടുക്കാം. ഞാനത് മദർ ടിഞ്ചർ കൊടുക്കുന്ന കൂട്ടത്തിലാണ്. എപ്പോഴും ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാലും വീണ്ടും അധികം താമസിക്കാതെ വീണ്ടും പോകണമെന്ന് തോന്നും. പിന്നെ ഈ ചൂടായിരിക്കും, മൂത്രം പോകുന്നതിന് ഒരു ചൂട് പോലെ തോന്നിക്കും. അതാണ് ചീമാഫില. പിന്നെ ക്യാൻസർ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന, ഇതിന് ഒത്തിരി പേർക്ക് ഈ ഇത് വരാറുണ്ട് ഇപ്പൊ, സിസ്റ്റസ്കാൻ, ക്യാൻസർ ഓഫ് പ്രോസ്റ്റേറ്റിക് ഗ്ലാൻഡ്. അതിനോടുകൂടി ഈ ലിംഗത്തിന്റെ അഗ്രത്തിൽ ചൊറിച്ചലോടുകൂടി ഉള്ള എൻലാർജ്മെന്റോട് ഉണ്ടെങ്കിൽ വിട്ട് മൂത്രം പോകും. ഇച്ചിരി പോയി കഴിഞ്ഞിട്ട് അതങ്ങ് നിൽക്കും. പിന്നെ അത് വീണ്ടും പോകും. ഞാൻ പറഞ്ഞ മെഡിസിൻ തന്നെ കൊണയമ്മയൊക്കെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ്. വിട്ട് കുറച്ച് പോയി കഴിഞ്ഞ് അങ്ങ് നിൽക്കും. എന്നാൽ തീർന്നെന്ന് വിചാരിച്ച് പോകാന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും പോകണം. പിന്നെ ബ്ലീഡിങ്, ക്യാൻസറിന്റെ ബ്ലീഡിങ് സ്റ്റേറ്റിലാണെങ്കിൽ ക്രോട്ടാലസ് ഹോറിഡസ് കൊടുക്കാം. പിന്നെ പ്രോസ്റ്റേറ്റ് എല്ലാണ്ട് പുകച്ചിൽ കാണും, വിവരത്തിൽ പിന്നെ ഭയങ്കര വേദനയായിരിക്കും. എപ്പോഴും പോകണമെന്ന് തോന്നി യൂപ്പിറ്റോറിയം പെർഫ് അതിൻ്റെ ഒരു മെഡിസിനാണ്. പിന്നെ പെരം പിക്രിക്ക് ഞാൻ പറഞ്ഞതാണ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഓങ്നാൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് ക്യാൻസർ ഓഫ് പ്രോസ്റ്റേറ്റ് കൊടുക്കാവുന്ന ഒരു 5 to പിന്നെ 5 കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ 10 കൊടുക്കണം. 10 കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ 20 വരെ കൊടുക്കാം. പിന്നെ വേറൊരു HOANGNAN പിന്നെ കൊടുക്കാം ഹൈട്രാൻജിയ. അത് ഇതിന് കൊടുക്കാവുന്ന, ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന, ഓൾഡ് ഏജിലുണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷനും പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ് കൊടുക്കാവുന്ന ഒരു പ്രത്യേക മെഡിസിനാണ് ഹൈട്രാൻജിയ. അതും കൊടുക്കുന്നത് മദർ ടിഞ്ചറാണേ, പൊട്ടൻസി അല്ല, അല്ലാത്തൊക്കെ പൊട്ടൻസിയ. അതും 5 to 10 ഡ്രോപ്സ് കൊടുക്കാം. രാവിലെയും വൈകിട്ടും കൊടുക്കുക. പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് കൊടുക്കുക. പിന്നെ അതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ പൊട്ടൻസികൾ കൊടുക്കാം. പിന്നെ വേറൊന്ന് ലൈക്കോപോഡിയ, അതായത് മൂത്രം പോകുന്നതിന് മുമ്പ് ഭയങ്കര നടുവിന് വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യും. അത് മിക്കവാറും ഓൾഡ് ഏജിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. ഈ മൂത്രം പോകുന്ന കൂട്ടത്തിൽ ഈ ഫ്ലാറ്റസ് കണ്ടമാനം പൊക്കോണ്ടിരിക്കും. പിന്നെ പ്രേരാബ്രേവ ഞാൻ പറഞ്ഞതാണ്. പെറമെറ്റ് നെഫ്രൈറ്റിസോട് കൂടിയുള്ളതാണെങ്കിൽ പെറമെറ്റാണ്. സദാബർസിബ്ലാറ്റ പറഞ്ഞതാണ്. സെലിനിയം മെറ്റ്, ഇതും ഡൂറിങ് സ്റ്റൂളാണ്. മോശം പൊക്കോണ്ടിരിക്കുമ്പോഴാണ് സെലിനിയം മെറ്റ്. ഉറക്കത്തിനും പോവും, ഈ ഉറക്കത്തിലും പോവും. പിന്നെ സാക്രിയ പറഞ്ഞതാണ്. തൂജ അതും പറഞ്ഞതാണ്. ഇത് ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് തൂജ. പിന്നെ ഞാൻ മെഡോറിനം ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. ഈ ട്രിബുലസ് കൊടുക്കാവുന്ന ഒരു മദർ ടിഞ്ചറാണ്. ട്രിബുലസ് അത് 10 to 15 ഡ്രോപ്സ് കൊടുക്കാം.
പിന്നെ സെക്സ്വൽ ഡെബിലിറ്റിയോട് കൂടി ഉള്ള ഒരു പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ് ആണെങ്കിൽ ടുർണേറിയ എന്ന് പറയും, TURNERA, അത് 10 തുള്ളിയാണ് കൊടുക്കേണ്ടത്, വെള്ളത്തിൽ ഒഴിച്ചുകൊണ്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വേറെ ആരെങ്കിലും കൈവക്കിയിട്ടുണ്ടോ? നോക്കട്ടെ സാറേ. ഇല്ല ഇല്ല, ആരും ഇല്ല. അപ്പൊ അന്നേരം ഈ ടൊമാറ്റോ കുറയ്ക്കണം. ടൊമാറ്റോയിൽ വിറ്റമിൻ A, B കോംപ്ലക്സ്, C, അയൺ എല്ലാം കൂടുതലാണ്, പൊട്ടാസ്യം ഒക്കെ കൂടുതലാണ്. അത് പ്രത്യേകിച്ച് റെഡ് ടൊമാറ്റോ. അത് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അതുപോലെ അലൂമിനിയം പാത്രത്തിലൊന്നും കൂടുതൽ കുക്ക് ചെയ്യരുത്. അതൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കൂടുതൽ വഴിതെളിക്കുന്ന സാധനമാണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് പ്രോബ്ലം ഉണ്ടായാൽ യൂറിനറി ബ്ലാഡറിനും ചില ഇതുണ്ടാകും. പിന്നെ ഇത് നമ്മൾ വെറും സിംറ്റംസ് കൊണ്ട് മാത്രം ചികിത്സിക്കാതെ ഇതിൻ്റെ ഇത് അറിയാനായിട്ട് ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അൾട്രാസോണോഗ്രാഫി ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി നടത്തുക, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ 2000 സ്റ്റഡി നടത്തി കാണിക്കുന്നത് 66% ആൾക്കാരിലും കാർസിനോമ പ്രോസ്റ്റേറ്റ്, അതായത് ക്യാൻസർ ഉള്ള പ്രോസ്റ്റേറ്റില് ഉള്ളവർക്ക് വീണ്ടും ഭാവിയിൽ ആകാൻ സാധ്യതയുണ്ടെന്ന് അവരൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. ഇത് USA ഒരു ജേർണൽ, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ ഒരു സ്റ്റഡിയിലാണ്. ഇപ്പം ചിലപ്പം ഇമ്പോർട്ടൻസി അതും ഒരു കാരണമായിട്ട് ചിലർക്ക് കാണാറുണ്ട്. പിന്നെ ചില ഇത് ക്യാൻസർ പ്രോസ്റ്റേറ്റിന്റെ ഇതിന് ചില ഇതൊക്കെ സർജറി, അതുമായിട്ട് സംബന്ധിച്ച് ചില സർജറികൾ നടത്തുമ്പോഴും അങ്ങനെയും ചിലർക്ക് ഉണ്ടാകാറുണ്ട്, ഇഞ്ചുറി കൊണ്ടും ഉണ്ടാകാവുന്നു എന്നാണ് അമേരിക്കൻ ജേർണലിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ. ഇനി ആരും ഇല്ലേ പറയാൻ? ഞാൻ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു. ഇനിയും പിന്നെ അല്ലേ നീ വേറെ വല്ല പുസ്തകമൊക്കെ നോക്കി വേണം പറയാൻ. എനിക്കറിയാവുന്ന പറഞ്ഞു. ആരും സുമനസാല് വന്നിട്ടില്ല. ഷഫീഖ് ഹരിഹരൻ ഡോക്ടർ ഉണ്ട്, പക്ഷെ റേസ് ചെയ്തില്ല. ഹരിഹരൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. ഹരിഹരൻ ഡോക്ടർ പ്രതികരിക്കുന്നില്ല. പിന്നെ നമ്മള് ഇവിടെ ഇരിക്കുന്ന ആള് ശോഭന വർമ്മ ഡോക്ടറെ, അനുഭവങ്ങളൊന്ന് പങ്കിടണമേ. ശോഭന വർമ്മ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാവോ? ഒരാൾ തന്നെ പറഞ്ഞാൽ അത് ശരിയാക്കിയല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. ആരും പറഞ്ഞില്ല, ഇനി ഞാൻ പറയും. അതുപോലെ വേണുഗോപാൽ ഡോക്ടർ ഉണ്ടല്ലോ, വേണുഗോപാൽ ഡോക്ടറിന്റെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാവോ? വേണുഗോപാൽ ഡോക്ടർ ചികിത്സാ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാവോ പ്രോസ്റ്റേറ്റിന്റെ? ഹലോ ഡോക്ടറെ, ആ. കേൾക്കാം. ഇവിടെ നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് കൊടുക്കുന്നത്. മിക്കവാറും അത് ലൈക്കോപോഡിയം, നക്സോമിക്ക, സൈലീഷ്യ, അങ്ങനെയുള്ള കാൽക്കരി കർബ് അത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ സിംറ്റോമാറ്റിക് ആയിട്ട് ഈ ഡോക്ടർ തന്നെ പറഞ്ഞ മിക്കവാറും സൂര്യകുറു സാറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് കോണിയം തന്നെ ഹയർ പൊട്ടൻസി, ബെറേറ്റ കാർബ് ഹയർ പൊട്ടൻസി, അതായത് വണ്ണം, ഇതൊക്കെയാണ് കൂടുതൽ റിസൾട്ട്, പ്രത്യേകിച്ച് ഓൾഡ് ഏജ് കേസിൽ. ഇപ്പം പക്ഷേ ഒരു 50 കഴിഞ്ഞ് ഒരു 45 കഴിഞ്ഞ് പലർക്കും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആ സിംറ്റംസ് വെച്ചിട്ട് ചില കേസിന്
സിംറ്റോമാറ്റിക് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ സാറ് പറഞ്ഞ പല റെമഡി തന്നെയാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ സൂചിപ്പിക്കാത്തത് ഓൾമോസ്റ്റ് എല്ലാം സാറ് പറഞ്ഞു കഴിഞ്ഞ് ഇനി സാറിൻ്റെ സ്റ്റോക്കിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് സ്റ്റിഗ്മേറ്റ ഏത് സ്റ്റിഗ്മേറ്റ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് ചില കേസിൽ സ്റ്റിഗ്മേറ്റ സ്പെല്ലിങ് STIGMATA അങ്ങനെ വരുന്നത് സ്റ്റിഗ്മേറ്റ. അത് പൊട്ടൻസി ആണോ അതോ ടീച്ചറോ? അല്ല, ടിഞ്ചർ. പിന്നെ വരുന്നത് ഈ ആർണിക്ക വരുന്നുണ്ട്. ആർണിക്ക നമ്മൾ പഠിച്ചില്ല. ഈ സ്റ്റൂളൊക്കെ ഷേപ്പ് മാറിയൊക്കെ വരുന്ന ഒരു കണ്ടീഷൻ വരുമല്ലോ. നമ്മൾ ആർണിക്കയുടെ മെഡിക്കൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റൂളൊക്കെ ഒരു റിബൺ ഷേപ്പൊക്കെ വരുമെന്ന് പറഞ്ഞു. അതായത് പ്രോസ്റ്റേറ്റ് വന്ന രക്തത്തെ കയറി അങ്ങ് നല്ലോണം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഷേപ്പൊക്കെ മാറും. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനും സ്റ്റൂളിൻ്റെ ഷേപ്പൊക്കെ മാറിയ പേഷ്യൻസ് വരുന്നത് ആ സമയത്ത് അത് ഇത് ആർണിക്കാന്നല്ല കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാറുണ്ട്. പിന്നെ ഡിജിറ്റാലിസ്. അപ്പം നമ്മൾക്ക് അതിൻ്റെ കൂടെ കാർഡിയാക് പ്രോബ്ലവും പൾസ് റേറ്റും ഒക്കെ കുറയണ കേസിൽ ഡിജിറ്റാലിസ്, അത് സാറ് പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല, ഞാനെല്ലാം കേട്ടില്ല. പറഞ്ഞില്ല. ആദ്യം കേട്ടില്ല. ഡിജിറ്റാലിസ് പ്രത്യേകിച്ച് ഈ പൾസ് റേറ്റ് ഒക്കെ കുറയുന്ന ചില കേസുണ്ടല്ലോ, കാർഡിയാക്കും ഓൾഡ് ഏജിൽ, അങ്ങനെയുള്ള കേസിൽ ഡിജിറ്റാലിസിന് നല്ല ആക്ഷൻ ഉണ്ട്. പിന്നെ വേറെ ഇത്രയൊക്കെയാണ് ഓർമ്മയിൽ വരുന്നത്. പിന്നെ സ്റ്റാഫിസാഗ്രി അത് പറഞ്ഞല്ലേ, സ്റ്റാഫിസാഗ്രി സാറ് പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞു. കോസ്റ്റിക്കം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞല്ലേ? ഇതൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ സൈക്ലാമൻ ചില കേസിൽ, പൾസാറ്റിലെ പോലെ തന്നെ വരുന്ന കേസിൽ സൈക്ലാമൻ, പ്രത്യേകിച്ചും ഈ പെയിൻ, നല്ല പെയിൻ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ പെയിൻ വരുന്നു എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ഈ സൈക്ലാമൻ യൂറോപ്പിയം അത് കുറച്ച് ആക്ഷൻ കാണിക്കുന്നുണ്ട്. സൈക്ലാമൊക്കെ 30 തന്നെ. അതൊക്കെയാണ് എൻ്റെ അനുഭവം. പിന്നെ കുറുപ്പ് സാറിനെ പോലെ ഒരു മഹാനുഭാവൻ പറഞ്ഞതിൻ്റെ അപ്പുറം എനിക്ക് അത്രയും പറയാനില്ല. ഡോക്ടർ ഇത്രയെങ്കിലും അത് വ്യത്യസ്തമായിട്ട് ഡോക്ടർ 3-4 മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട്. അതെ. സാറേ, ഡോക്ടർ അത് വായിച്ചു നോക്കിയിട്ട് നമ്മളതൊരു സ്പെസിഫിക് ആയിട്ട് എടുക്കണ്ട, വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടും. അതിൻ്റെ ഞാനിപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്തതും അതിന് ചില ഇൻഡിക്കേഷൻസ് കൂടെ ഉണ്ട്. ഞാൻ ചില ഇൻഡിക്കേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ചില സിംറ്റംസ് അതിൻ്റെതായ സ്പെസിഫിക്സ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ ക്രോട്ടാലസ് പറഞ്ഞില്ലേ, അത് ബ്ലീഡിങ് വരുന്നത്, അങ്ങനെയുള്ള പോലെ ചില ടെറിബിന്ദ്, അതുപോലെ ചില മെഡിസിനൊക്കെ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത്. അത്രയൊക്കെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു. നോക്കട്ടെ ഡോക്ടർ, ആരെങ്കിലും സാജു ജോസഫ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാവോ? സാജു ജോസഫ് ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സാജു ഡോക്ടർ. ആനി ഡോക്ടർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ പറയാമോ? ആനി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാവോ? ചികിത്സാനുഭവങ്ങളൊന്ന് പറയാമോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന്? ഗീത ഡോക്ടർ, ഗീത മാഡം. ഗീത മാഡം. 2-3 കൂടെ ഞാൻ പറയാം. ഇല്ല സാർ, ഗീത മാഡം ഉണ്ട്, അത് കഴിയുമ്പോ സാറിന് പറയാം. ഗീത മാഡം. എല്ലാവർക്കും നമസ്കാരം. കുറുപ്പ് സാറ് കൂടുതൽ മെഡിസിൻസും പറഞ്ഞു കഴിഞ്ഞു, വേണുഗോപാൽ ഡോക്ടറും പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസും.
അതിനോടൊപ്പം കൊടുക്കുന്ന എനിക്ക് ഈ IFPH പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു പോയിന്റ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വിത്ത് റെഡ്നെസ് ഓഫ് ഐസ്. അത് ഞാൻ കൊടുത്തു നോക്കി, എനിക്ക് ഇഫക്റ്റും കിട്ടി. അതാണ് സോളിഡാഗോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ. ടീച്ചറാണോ കൊടുത്തത്? ഹീമോഫിലിയ ഞാൻ സോളിഡാഗോ 200 ആണ് കൊടുത്തത്. പിന്നെ സബാൽസിറിലേക്കും അത് പറയുന്നുണ്ട്. ഇത് റെഡ്നെസ് ഓഫ് ഐസോ? റെഡ്നെസ് ഓഫ് ഐസ്. പിന്നെ ഓൾഡ് ഏജിലെ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റും റുമാറ്റിക് കംപ്ലൈൻസ്, അതും ഞാൻ ബെൻസോയിക് ആസിഡ് ബെൻസ്, അത് നാഷിലെ ഒരു പോയിന്റ് ആണ്. അത് പൊട്ടൻഷ്യം? അത് പൊട്ടൻസി ഞാൻ കൊടുത്തത് 1000 ആണ്, ഒന്നമ്മ കൊടുത്തത്. അതിനും എനിക്ക് റിലീഫ് കിട്ടി. പിന്നെ സാധാരണ മെഡിസിൻസ് എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ മെഡിസിനോടൊപ്പം ഫെറംഫോസിൽ പറയുന്നുണ്ട് ഒരു ഇൻഡിക്കേഷൻ, ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വിത്ത് ഇൻവോളണ്ടറി യൂറിനേഷൻ. അത് കൂടുതലും ക്യാൻസർ കേസസിലൊക്കെയാണ്. അത് അമിലിറേഷൻ ലൈയിങ് ആൻഡ് അഗ്രവേഷൻ വാക്കിംഗ്, അത് എടുത്തു പറയുന്നുണ്ട്. ഇൻവോളണ്ടറി യൂറിനേഷൻ ബെറ്റർ ബൈ ലൈയിങ്. പിന്നെ സ്മോക്കിംഗ് കാണുന്നത് ഡാഫ്നി ഇൻഡിക്ക. സ്മോക്കിംഗ് അതുകൊണ്ട് പ്രോസ്റ്റേറ്റിക് കംപ്ലൈൻസ് ഏതായാലും. ഡാഫ്നി. ഡാഫ്നി. പിന്നെ പ്രോസ്റ്റേറ്റ് കംപ്ലൈൻസ് വിത്ത് പൈൽസ് നമ്മൾ സ്റ്റാഫിസാക്രിയയിലാണ് എടുക്കുന്നത്. സ്റ്റാഫിസാക്രിയ. ഹെവിനെസ് ഇൻ പെരിനിയം ബെർബറീസി പറയുന്നുണ്ട്. പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റ് വിത്ത് ഹെവിനെസ് ഇൻ പെരിനിയം. അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഏത് മനസ്സിലായിരുന്നു? ബെർബറീസ് വൾഗാരിസ്. പിന്നെ ഹെവിനെസ് ഇൻ ഏനസ് കാക്ടസില്, കാക്ടസ്. എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് വിത്ത് ഹെവിനെസ് ഇൻ ഏനസ്. പിന്നെ സാധാരണ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് ഈ പറഞ്ഞ ലൈക്കോപോഡിയം, തൂജ, കോസ്റ്റിക്കം എല്ലാം യൂസ് ചെയ്ത് ഇഫക്റ്റ് പൾസാറ്റില. പിന്നെ പോളിഗോണിയത്തിന് പൾസേഷൻ ഇൻ ലോവർ അബ്ഡോമൻ വിത്ത് എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ്. അത് പൊട്ടൻസി ആണോ? അത് നെഗറ്റീവ് ഹെംപൊട്ടൻസി. ഞാനത് കൊടുത്തിട്ടില്ല, വായിച്ചു കിട്ടിയ പോയിന്റ് ആണ്. പൾസേഷൻ ഇൻ ലോവർ അബ്ഡോമൻ വിത്ത് എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ്. ഈ റുമാറ്റിസം ആൻഡ് എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ് ബെൻസോയിക് ആസിഡ് കൊടുത്ത് നല്ല റിസൾട്ട് ഉണ്ട്. റെഡ്നെസ് ഓഫ് ഐസ് സോളിഡാഗോ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പറയാത്ത മെഡിസിൻ ഇതൊക്കെയാണ് ഓർമ്മ കിട്ടിയത്. നന്ദി മാഡം. താങ്ക് യു. 9 മെഡിസിനോളം മാഡം പുതിയതായിട്ട് പറഞ്ഞു. ഇത് നന്ദി മാഡം. ഇനി അനലൈസ് ചെയ്തിരിക്കുന്നത് സാർ പോയിട്ട് ഇല്ല, പോയില്ല, ഇവിടെ ഉണ്ട്. ഞാൻ കേട്ടോണ്ടിരിക്കുക. പറയാത്തവർ ഉത്തരം കൊടുക്കാനായി മിണ്ടാതിരിക്കുന്നു. അതാ ഇപ്പം വേറെ ആരും അനലൈസ് ചെയ്തിട്ടില്ല സാർ. അന്നേരം എനിക്കൊരു 3-4 കൂടെ പറയാം. ശരിയാണ്, പറഞ്ഞോളൂ സാറേ. പിന്നെ ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് കാലിബൈക്ക്.
അത് ആ പോയിന്റ് മാത്രം കൂടുതൽ വേദന എടുക്കും. ഈ സ്റ്റൂള് സ്ട്രെയിൻ ചെയ്യുമ്പം കൂടുതൽ പ്രശ്നങ്ങളുള്ള എന്താണെങ്കിൽ സൈഡീഷ്യ മെഡിസിൻ. പിന്നെ അക്യൂട്ട് സ്റ്റേജുകളിൽ അക്കണൈറ്റും ബെഡ്ലോണായൊക്കെ വരാം. ആദ്യം ഘട്ടങ്ങളിലൊക്കെ അക്യൂട്ട് സ്റ്റേജുകളിൽ വരാവുന്ന 2 മെഡിസിനാണ് അക്കണൈറ്റ് ആൻഡ് ബെഡ്ലോണ. പിന്നെ ഇതുള്ളവർക്ക് ഈ സ്ട്രീം വളരെ ചെറിയ ഇതായിരിക്കും. നമ്മൾ കൊച്ചു പിള്ളേർ മൂത്രം ഒഴിച്ചാൽ വലിയ സൈഫണിൽ നിന്ന് പോകുന്ന കൂട്ടായിരിക്കും. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി ചെറിയ ഉറവ് വരുന്ന കൂട്ടാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പതയും കാണും. ടെസ്റ്റിസിലെ സ്പെർമാറ്റിക് കോഡിലൊക്കെ ഒരു വേദനയും സ്വെല്ലിങ്ങും ഒക്കെ കാണും. അങ്ങനെയാണെങ്കിൽ മെഡിസിൻ സ്പോഞ്ചിയായ. പിന്നെ ഇഞ്ചുറി ഇവിടെ ആരോ പറഞ്ഞു കഴിഞ്ഞാൽ ആർണിക്ക മൊണ്ടാന എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ കനാബിസ് ഇൻഡിക്ക ഒരു മെഡിസിനാണ്. ഏനൽ റീജിയനിൽ നമ്മൾ കക്കൂസി പോയിരിക്കുമ്പോഴത്തെ ഏനൽ റീജിയൻ ഇത് ഡോക്ടർ വേണുഗോപാലൻ ഡോക്ടർ പറഞ്ഞതാണ്. കക്കൂസി പോയിട്ടിരിക്കുമ്പോൾ ഇത് വരുമ്പോഴത്തേനും വേദനയുണ്ട്. ഇത് രണ്ടും അപ്പുറം ഇപ്പുറം ഇരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ആണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റിൽ ഡിസ്ചാർജ് കൂടെ ഉണ്ടെങ്കിൽ ഫോസ്ഫറസ് ഒരു മെഡിസിൻ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനോട് നോക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ ബേണിങ് കൂടുതലുണ്ട് കാന്താരിസ് കൊള്ളാം, കാന്താരിസ്. പിന്നെ വേറൊരു മെഡിസിൻ പറയാനുള്ളത് മെർക്കയോഡോട്ടം. അത് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ഒരു മെഡിസിനാണ് മെർക്കയോഡോട്ടം. ഇതൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്. സാറേ, ഈ യൂറിൻ തീരെ പോകാതൊരു കണ്ടീഷനിൽ നമ്മള് കത്തിട്ട് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ സാറേ? കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കത്തീട്രൈസേഷൻ തന്നെ ചെയ്യണം. കാരണം മൂത്രം പോകാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ മേലാത്ത ഒരവസ്ഥയാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാവുള്ളൂ. ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ മേല. ഒരിക്കൽ ഞാൻ അനുഭവിച്ചു. കാരണം എന്നാണെന്ന് വെച്ചാൽ ഈ ഇതിന് ഒരു ഓപ്പറേഷന്, ഒരു സൈനസൈറ്റിസ് ഓപ്പറേഷൻ എന്നെ അഡ്മിറ്റ് ചെയ്തു. എന്നാലും ഈ യൂറിൻ പോകാതിരുന്നു. പിന്നെ കതീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കതീട്രൈസേഷൻ ചെയ്യേണ്ടി വരും. അതൊരു എന്താണ്. പിന്നെ ചിലർക്ക് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്, യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവർക്കും സ്റ്റാഫിസാക്രി ഒരു നല്ല മെഡിസിനാണ്. പിന്നെ ഇത് പറഞ്ഞതാ, ഭയങ്കര വീക്ക്നെസ്സോട് കൂടി ഡയബറ്റീസും ഒക്കെ ഉള്ളവർക്കാ വന്നെങ്കിൽ ആസിഡ് പോസ് നല്ലൊരു മെഡിസിൻ. ഞാൻ പൊട്ടൻസിയും കൊടുക്കാറുണ്ട്, അത് ലോവർ പൊട്ടൻസി കൊടുക്കാറുണ്ട്, മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. പിന്നെ ഇതൊന്നും പിടിക്കാതെ വന്നാൽ കൊടുക്കാവുന്ന മെഡിസിൻ സൾഫറാണ്. നമ്മൾ ഇൻഡിക്കേറ്റഡ് മരുന്ന് വെൻ ഇറ്റ് ഫെയിൽസ്, അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും. ഇതൊക്കെയാണ് കൂടുതൽ. PSA കുറയ്ക്കാനായിട്ട് എങ്ങനെയാ പറ്റുക സാർ? PSA എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും PSA കുറെ കുറയും, പക്ഷെ മുഴുവൻ കുറയത്തില്ല. നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് PSA ചിലപ്പോൾ അവിടെ കാണും. എന്നാലും സിംറ്റമാറ്റിക് റിലീഫ് ഒരുപാട് നമുക്ക് കൊടുക്കാൻ പറ്റും. PSA ചിലപ്പോൾ കണ്ടാലും ഇത് കൊടുത്തപ്പോഴും പലപ്പോഴും PSA 100% നോർമലി വന്നിട്ടില്ല, പലതും കിട്ടും. എന്നാലും സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും നമ്മുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ. കുറയുന്നുണ്ടോ എന്ന് ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയട്ടെ. എനിക്ക് അതിൽ കുറച്ച് കുറയും, അതെനിക്കറിയാം. പിന്നെ 10-20 ഒക്കെ ആയത് കുറഞ്ഞിട്ടുണ്ട്, പകുതി താഴെ നിന്ന് നിൽക്കും. കാരണം ഇത് ഈ കംപ്ലീറ്റ് ചില പതോളജിക്കൽ ചേഞ്ചസ് വന്നാൽ നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുമോ അറിയത്തില്ല, പക്ഷേ കുറയും. ഞാനും കുറഞ്ഞത് ഒരു 10-20 കേസ് എങ്കിലും ഈ അടുത്ത കാലത്ത് ട്രീറ്റ് ചെയ്തു. അവരും കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സബാൾസർവേറ്റ് ഒക്കെ കൊടുത്താൽ ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടും.
അതുപോലെ ട്രിബിളിംഗ് ഓഫ് അത് സൂച കൊടുത്താൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഡയബറ്റീസ് കേസിലൊക്കെ ആണെങ്കിൽ ആസിഡ് ഡോസ് കൊടുത്താൽ റിസൾട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ബയോകെമിക്ക് ഞാൻ കാർക്കരെ ഫ്ലോർ എല്ലാം മിക്കവാറും പേർക്ക് കൊടുക്കും. ഈ സബാഡ് സർക്കുലേറ്റായി കൊടുക്കാറുണ്ട്. എന്നാലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്നാലും ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരും. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഇനി 5-10 മിനിറ്റേ ഉള്ളൂ, അവർ പറയട്ടെ. എനിക്ക് സാർ ഇത്രയും വലിയൊരു അറിവാണ് സാർ നമുക്ക് തന്നത്. ഇത് എന്നെക്കാട്ടി കൂടുതൽ അറിയാവുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഇത് ഈ ഫോറത്തിൽ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കാം. അതായത് ആരെങ്കിലും പറയുമ്പം അവർക്ക് അവസരം കൊടുക്കണം. കൊടുക്കാതിരിക്കുമ്പോൾ അവർ ഈ പുറകോട്ട് വന്നു. വേറെ ആരും ഒന്നും വിചാരിക്കരുത്. ചിലർക്ക് അതുകൊണ്ടാണ് ഈ പുറകോട്ട് വന്നു. അതുകൊണ്ട് അന്ന് മിണ്ടിക്കഴിയുമ്പോൾ പകുതിയായി കഴിയുമ്പോൾ അടുത്ത ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മോഡറേറ്റർമാരോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റാണ്. ആരെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങി കഴിയുമ്പം അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ദയവ് ചെയ്ത് ആരും സംസാരിക്കരുത്. നമുക്ക് അറിവ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫോറമാണ്. അതുകൊണ്ട് ആരും കഴിയുന്നതും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ആരും പരസ്പരം എന്നുള്ള ഒരു റിക്വസ്റ്റോട് എനിക്ക് ഈ കൂട്ടത്തിൽ വെക്കാനുണ്ട്. അതുകൊണ്ടാണ് പലരും വരാത്തത്. അതായത് ഇപ്പൊ ഇവിടെ 58 പേരുണ്ട്. അതിൻ്റെ അകത്ത് കുറഞ്ഞ ഒരു 50% ഡോക്ടർമാരാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കേസാണ് ഈ പ്രോസ്റ്റാറ്റിക്. ഇത് പുരുഷന്മാരാണോ? 50-60 വേണ്ട ഡോക്ടർ വന്നു. ഇനി ഡോക്ടർ പറയട്ടെ. മൈക്ക് ഇത് ഞാൻ ഡോക്ടർ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തു. ഷഫീഖ് ഡോക്ടറെ. എല്ലാം ഇപ്പൊ സാറും വേണുഗോപാൽ ഡോക്ടറും ഗീത ഡോക്ടറും ഒക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു മരുന്ന്. ഇനിയിപ്പം പ്രത്യേകിച്ച് ഞാൻ പക്ഷേ സബാഡ് സെല്ലിലേറ്റ 30 കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ടിഞ്ചറെല്ലാം ഞാൻ 30 കൊടുക്കാറുണ്ട്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബയോകെമിക്കായിട്ട് കൽക്കേരിയ ഫ്ലോറും കൊടുക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ മെഡിസിൻ ഈ പറഞ്ഞു കഴിഞ്ഞില്ല. ക്യാന്താരിസ്, പിന്നെ അക്യൂട്ട് സ്റ്റേജിൽ നമ്മൾ ബെല്ലൊക്കെ ഹയർ പൊട്ടൻസി, ഈ വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബെല്ല് ഹയർ പൊട്ടൻസി കൊടുത്താൽ ഒരു കാരണം ഇംപ്ലമേറ്ററി കണ്ടീഷനിലെല്ലാം കൊടുക്കുക എന്നുള്ള ഒരു ജനറൽ കൺസെപ്റ്റ് വെച്ച് കൊടുക്കാറുണ്ട്. അതിന് റിലീഫ് കിട്ടാറുമുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞു, വേണുഗോപാൽ ഡോക്ടറും ഗീത മേഡം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഒരുമാതിരിയുള്ള എല്ലാ മരുന്നും എല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ അതിൽ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാധാരണ കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പക്ഷേ സബാഡ് സെല്ലിലേറ്റ 30 ടിഞ്ചറെല്ലാം 30 കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരുപാട് കേസുകളുണ്ട്. 3 നേരം വെച്ച് കൊടുക്കും. അതെ. നന്ദി ഡോക്ടറെ. ഇനി ആരെങ്കിലും നമ്മുടെ അനിൽകുമാർ ഡോക്ടർ എന്ന് വന്നിട്ടില്ല. അനിൽകുമാർ ഡോക്ടറെ ഇല്ല. അനിൽകുമാർ ഡോക്ടറെ കണ്ടില്ല. ഇനി നമുക്ക് ഒരു ഏകദേശം 9 മിനിറ്റ് കൂടെ ഉള്ളൂ. ആർക്കെങ്കിലും ചികിത്സാനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇതല്ലെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. അങ്ങനെയും കൂടെ സൗകര്യം ഉണ്ടല്ലോ. ഷാജി ഡോക്ടർ വന്നിട്ടുണ്ട്. ഷാജി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. ഷാജി ഡോക്ടർ. ഹലോ. പറഞ്ഞോളൂ. ഞാൻ കുറെ താമസിച്ചാണ് കയറിയത്. അതുകൊണ്ട് ഏതൊക്കെ മരുന്നാ പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല. ഇതിൽ നമ്മൾ ഒരുപാട് കേസ് വരുന്നുണ്ട്. ഇതില് ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് പാരംപിക്രിക്കലാണ്. പിന്നെ സബാഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് ശേഷം സബാഡ് ടിഞ്ചറാ കൊടുക്കുന്നത്. മറ്റേത് 30 അല്ലെങ്കിൽ 200 കൊടുക്കും. പക്ഷെ പിന്നെ ഇപ്പൊ ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുക, യൂറിനേഷൻ്റെ ഒക്കെ ഇത് വന്നിട്ട് അവർക്ക് ഒരു വലിയ പ്രോഗ്രസ് ഇല്ലാത്ത ഒരു സ്റ്റേജ് വന്നപ്പോൾ ഈ ഫെറം അയഡേറ്റ്, ഇത് ഇവിടെ പറഞ്ഞു എന്നറിയില്ല, ഫെറം അയഡേറ്റ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. കാര്യം രാത്രിയിലൊക്കെ ഈ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പോകേണ്ടത് പിന്നെ നല്ല റെസ്പോണ്ട് ചെയ്തിട്ട് മരുന്ന് കഴിക്കാതെ കുറച്ചാൾ ഇരുന്ന ആൾക്കാരും ഉണ്ട്. ഫെറം അയഡ് അതൊന്ന് ട്രൈ ചെയ്തൊക്കെ അല്ല. അത് സ്ക്രോഫുലാർ ഇതായിട്ട് വരുന്നതാണ്, ഗ്ലാൻഡുലാർ ഇതായിട്ട് വരും. അത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പം സബാലും പിക്രിക്കും ഒക്കെ കൊടുത്തിട്ട് കുറഞ്ഞ്
ഒട്ടും ഒരു പ്രോഗ്രസ് ഇല്ലാത്ത കണ്ടീഷൻ, നമ്മൾ പറയല്ലോ ഒരു എന്തോ തടസ്സം, ആ ഒരു സ്റ്റേജിൽ ഇത് നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. അതിന്റെ പിന്നെ പൊട്ടൻഷ്യൽ അത് കണക്ക് അത് ഫെറോയിഡ് 30 ആണ് കൊടുത്തത്. അത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് എനിക്കിപ്പോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയ ഒരു ഇതാണ്, ഒരു വിശ്വാസമുണ്ട്. പിന്നെ അതേ കണക്ക് നമ്മള് ഈ ഇടയ്ക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രോസ്റ്റേറ്റ് വന്നിട്ട് കത്തീറ്ററൊക്കെ ഇടേണ്ടി വന്ന ഒരു കേസിൽ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നപ്പോൾ ഈ സ്റ്റിഗ്മാറ്റ മെയ്ഡൻസ് അത് കൊടുത്തപ്പോൾ യൂറിത്രൈറ്റിസും അത് കിഡ്നി ഫംഗ്ഷനും കൂടെ രണ്ടും കൂടെ കവർ ചെയ്യുന്ന, പ്രോസ്റ്റേറ്റിനെ കൂടെ കവർ ചെയ്യുന്നതായിരുന്നു. അത് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. അത് പിന്നെ കത്തീറ്റർ ഇടാതെ രക്ഷപ്പെട്ട ഒരു കേസായിരുന്നു. പിന്നെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ടിഞ്ചറാണ് കൊടുത്തല്ലേ? സ്റ്റിഗ്മാറ്റ ടിഞ്ചറാണ് കൊടുത്തത്. പിന്നെ ആസിഡ് പിക്രിക്കം കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. കുറെ നമ്മള് പിന്നെ കോണിയം നമുക്ക് പൊതുവെ കോമൺ ആയിട്ട് ഞാനിത് ഇവിടുത്തെ ക്ലാസ് ഇപ്പൊ ലാസ്റ്റിലായോണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല ആരൊക്കെ എന്ത് പറഞ്ഞു. കോണിയം ഇന്റർകറന്റ് ആയിട്ടേ കൊടുക്കത്തുള്ളൂ, ഒരു 4 ദിവസം കൂടുമ്പോഴാണ് കൊടുക്കത്തേ ഉള്ളൂ. ആദ്യം പറഞ്ഞത് ഫെറം പിക്രിക്കമാണല്ലോ, പിന്നെ ഫെറം പിക്രിക്കം ഉണ്ട്, പിന്നെ ഫെറ അയഡ് ആണ്, അയഡ് പൊട്ടൻസിയാണ്. അല്ല, ആസിഡ് പിക്രിക്കം കൊടുക്കുമോ? കൊടുക്കും, അത് നമ്മൾ കൊടുക്കാറുണ്ട്. അതാണ് ഫസ്റ്റ് ലൈനിൽ കൊടുക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫെറം പിക്രിക്കം കൊടുത്തപ്പോൾ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മരുന്ന് നമ്മൾ ഇൻഡിക്കേഷൻ അനുസരിച്ചും കൊടുക്കുമല്ലേ. ഡോക്ടർ ഏതായാലും അത് ഡോക്ടറുടെ പുതിയ മരുന്നുകൾ 2-3 മരുന്നുകൾ ഡോക്ടറുടെ കയ്യിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡോക്ടറുടെ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമുക്കിപ്പോ ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. മെഡോറിനം ഒരു ഇന്റർകറന്റ് റെമഡിയാ കേട്ടോ. ഞാൻ റിസൾട്ട് കിട്ടാതെ വരുമ്പം കൊടുക്കുന്ന ഒരു മെഡിസിനാണ് മെഡോറിനം. വളരെ എഫക്റ്റാണ്. വിട്ടുപോയതാ, പറയാൻ വിട്ടുപോയതാ. അതില്ല, സാറ് പറഞ്ഞായിരുന്നു. പറഞ്ഞോ? മെഡോറിനം പറഞ്ഞില്ല. മെഡോറിനം തൂജയും ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കുമെന്ന് സാർ പറഞ്ഞിരുന്നു. പറഞ്ഞോ, ഞാൻ മറന്നുപോയതാ, പറഞ്ഞു, സോറി. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനം വേറെ ഒന്നുള്ളത്, ഈ ആണുങ്ങൾക്കാണല്ലോ ഈ പ്രോസ്റ്റേറ്റ് വരുന്നത്. അത് നിന്നോണ്ടേ മൂത്രം ഒഴിക്കാവുള്ളൂ. പിന്നെ മൂത്രം മുഴുവൻ പോയതിന് ശേഷമേ പോരാവുള്ളൂ. പകുതി കൊണ്ട് ഇച്ചിരി പോയെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തിയിട്ട് പോരുത്. മുഴുവൻ തുള്ളിയാകുന്ന കൊന്നത് വരെ നിർത്തിയിട്ടേ എഴുന്നേറ്റ് പോരാവും. അല്ലെങ്കിൽ അത് വീണ്ടും അത് റെസിഡ്യൂവൽ യൂറിൻ ഉണ്ടായിട്ട് അത് വീണ്ടും പ്രശ്നങ്ങളാവും. അത് നോക്കേണ്ട ഒരു പ്രത്യേക ഇതാണ്. ഇതൊക്കെയാണ് പറയാനുള്ളത്. നന്ദി ഡോക്ടറെ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ചർച്ച വളരെ വളരെ നന്നായിരുന്നു. കാരണം മിക്കവാറും എല്ലാ മരുന്നുകളും തന്നെ നമുക്ക് ലഭിച്ചു. ഇനി എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയുകയാണ്. ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം PSA കൂടിയിട്ടില്ലാത്ത കേസുകളിൽ ഒരു 20 താഴെ ഉള്ളവർക്ക് ഞാൻ കൊടുത്ത് മനസ്സിലാക്കിയിട്ട് അനുഭവം കിട്ടിയത് സൂച വണ്ണം, കോണിയം വണ്ണം ഓൾട്ടർനേറ്റ് വീക്സിൽ കൊടുത്തോണ്ടിരുന്നാൽ PSA 2-ൽ താഴോട്ട് വരുന്നുണ്ട്, നോർമലായിട്ട് കിട്ടുന്നുണ്ട്. തൂജ വണ്ണം ഈ ആഴ്ച കൊടുത്ത് അടുത്ത ആഴ്ച കോണിയം വണ്ണം ഒരു ഡോസ്, അങ്ങനെ ഓൾട്ടർനേറ്റ് കൊടുക്കുന്ന കേസുകളിൽ PSA കുറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച വളരെ ഗംഭീരമാക്കി തീർത്തു. അതിൽ പങ്കെടുത്താൽ പ്രത്യേകം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അനുഭവങ്ങളും എല്ലാം ഞങ്ങൾക്ക് പങ്കിട്ട് തന്ന ശ്രീധരക്കുറുപ്പ് സാറിനും, അതേപോലെ തന്നെ ഇതില് ഈ ചർച്ചയിൽ പങ്കെടുത്ത വേണുഗോപാൽ ഡോക്ടർക്ക്, ഗീത ഡോക്ടർക്കും, ഷഫീഖ് ഡോക്ടർക്കും, ഷാജി ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ 1633 സൂം വെബിനാർ
ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഈ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ.